സോ ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്? പ്ലാന്റ്സ് അവരുടെ ഫുഡ് മേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ആണ് അല്ലേ? അപ്പോൾ ഈ ഫോട്ടോസിന്തസിസിന്റെ ഡെഫിനിഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് എന്താ, ഇറ്റ് ഈസ് എ പ്രോസസ്സ് ആണ് അല്ലേ? അതൊരു പ്രോസസ്സ് ആണ്. എന്താണ് അതിലൂടെ നടക്കുന്നത്? പ്ലാന്റ്സ് അവരുടെ ഫുഡ് മേക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മളുടെ വീട്ടിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കി ഫുഡ് കഴിച്ചിട്ടാണ് മാത്രമാണ് നമുക്ക് എനർജി കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഈ എനർജി ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഫുഡ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിന്? നമ്മളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടല്ലേ? നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഫുഡ് കഴിക്കാറുണ്ട്. സോ അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ്സ് എപ്പോഴും വളർന്നുകൊണ്ടേ ഇരിക്കുമല്ലേ? സോ അതിന് എന്ത് വേണോടാ? ഫുഡ് വേണം. സോ ഈ ഫുഡ് എങ്ങനെയായിരിക്കും അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ആക്ച്വലി ഈ ഫുഡ് എല്ലാ പ്ലാന്റ്സിലും ആവശ്യമായിട്ടുണ്ട്. സോ ഈ ഫുഡ് മേക്ക് ചെയ്യാൻ വേണ്ടി പ്ലാന്റ്സ് ഒരു പ്രത്യേകതരം പ്രോസസ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഫോട്ടോസിന്തസിസ്. അപ്പോൾ ആ ഒരു വേർഡിൽ തന്നെ ഫോട്ടോ എന്ന് വെച്ചാൽ എന്താണ് മീനിങ്? ലൈറ്റ് എന്നാണ് കേട്ടോ മീനിങ്. അപ്പോൾ ഫോട്ടോ സിന്തസിസ് എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? പ്രൊഡക്ഷൻ. സോ അപ്പോൾ അതായത് ഉൽപാദനം. സോ അപ്പോൾ എന്താണ്? എനർജി പ്രൊഡക്ഷൻ ആണ് എന്തെന്ന് വിളിക്കുന്ന? ഫോട്ടോസിന്തസിസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ഈ ഫോട്ടോസിന്തസിസിലൂടെ നമുക്ക് എന്താ കിട്ടുക? പ്ലാന്റ്സിന് ഫുഡ് അല്ലെങ്കിൽ എനർജി എന്ത് ചെയ്യുന്നു? അവർ പ്രിപ്പയർ ചെയ്യുന്നു. സോ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ ഫോട്ടോസിന്തസിസിന് നമ്മളുടെ വീട്ടിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് വേണം അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ്സിനും കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്നറിയോ? ആദ്യത്തെയാണ് നമ്മുടെ സൺലൈറ്റ്. നമുക്ക് നമ്മുടെ സൺലൈറ്റ് എവിടെ നിന്നാണ് കിട്ടുക? സൺലൈറ്റ് നമുക്ക് നമ്മുടെ സൂര്യനിൽ നിന്നാണ് നമുക്ക് സൺലൈറ്റ് കിട്ടുന്നത്. അപ്പോൾ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ സൺലൈറ്റ് ആണ്. ഇനി രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ വാട്ടർ. സോ ഈ വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് എന്ത് ചെയ്യും? നമ്മളുടെ മഴ പെയ്യുന്നതിലൂടെ പ്ലാന്റ്സിന് എന്ത് ചെയ്യും? വെള്ളം കിട്ടുന്നുണ്ടല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും പ്ലാന്റ്സിന് ചുറ്റുപാടും ഒക്കെ ഒരുപാട് ലൈക്ക് വാട്ടർ സോഴ്സസ് ഉണ്ടാവും. ഏതൊക്കെയായിരിക്കും? നമ്മുടെ റിവറോ പോൺസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തുണ്ടാവും? ചെറിയ അരുവികൾ. ഇതിലൂടെയൊക്കെ കിട്ടുന്ന വാട്ടർ പ്ലാന്റ്സിന് എന്തുണ്ടടാ? റൂട്ട്സ് ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ ഈ റൂട്ട്സ് വഴി എന്ത് ചെയ്യും? പ്ലാന്റ്സ് അബ്സോർബ് ചെയ്തെടുക്കും എന്ത്? വാട്ടറിനെ. അപ്പോൾ വാട്ടറായി സൺലൈറ്റായി. 2 ഇൻഗ്രീഡിയൻസ് നമുക്കായില്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ്. അതാണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്. കണ്ടോ? കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ നിന്നായിരിക്കും ഇവിടെ കിട്ടുന്നത്? നമ്മുടെ എയറിൽ നിന്ന്. നമ്മുടെ ഈ എയറിൽ ഒരുപാട് തരത്തിലുള്ള ഗ്യാസസ് ഉണ്ട്. ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് നൈട്രജൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഗ്യാസുകളുണ്ട് അല്ലേ? അതിനകത്ത് നമ്മൾ ഹ്യൂമൻ ബീങ്സ് യൂസ് ചെയ്യുന്ന ഗ്യാസ് ഏതായിരിക്കും ഇവിടെ? അതെ, ഓക്സിജൻ ആണ്. ഈ ഓക്സിജൻ നമ്മൾ എടുക്കുന്നു. അതുപോലെ തന്നെ പ്ലാന്റ്സ് യൂസ് ചെയ്യുന്ന ഗ്യാസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, സോ അപ്പോൾ 3 ഇൻഗ്രീഡിയൻസ് നമ്മൾ പറഞ്ഞില്ലേടാ? ഏതൊക്കെയാ? ഒന്ന്, അതെ, സൺലൈറ്റ്, പിന്നെ വാട്ടർ, അതെ, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ്. ഈ 3 പേര് മാത്രം മതിയോ? ഒരിക്കലും അല്ല. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസും കൂടെ ഉണ്ട്. അതിൻ്റെ പേരാണ് ക്ലോറോഫിൽ എന്ന് പറയുന്നത്. സോ ഈ ക്ലോറോഫിൽ എന്ന് പറയുന്ന സാധനം എന്താണെന്നറിയോ? ക്ലോറോഫിൽ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ പിഗ്മെൻ്റ് ആണ് കേട്ടോ. നമ്മളുടെ ഈ ലീവ്സ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ലീവ്സും അല്ല, പക്ഷെ ഓൾമോസ്റ്റ് നമ്മളുടെ ഈ ഒരു നേച്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചുറ്റും എന്താണ്? ഗ്രീൻ പ്ലാന്റ്സ് ആണ് നമുക്ക് കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത് അല്ലേ? അപ്പം എന്ന് കരുതി ബാക്കി ഒരുപാട് വേറെ കളർ ഉള്ള ലീവ്സ് നമുക്കുണ്ട്. ഏതൊക്കെയാണ്? ഒരുപാട് ലൈക്ക് നമ്മളുടെ ഈ ഒരു ഓറഞ്ച് കളറ്, ചില ലീവ്സ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റെഡ് ലീവ്സ് ആയിരിക്കും, ചിലത് യെല്ലോ ലീവ്സ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഒരുപാട് വേറെ തരത്തിലുള്ള ലീവ്സും ഉണ്ട്. പക്ഷേ എന്നാലും ഓൾമോസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് ഗ്രീൻ ലീവ്സ് ആണ്. അപ്പോൾ ഈ ഗ്രീൻ ലീവ്സിന് മാത്രമായിട്ട് എന്തോ ഒരു കണ്ടന്റ് ഉണ്ട് അല്ലേ? അതിന് ആ ഒരു ഗ്രീൻ കളർ കൊടുക്കാനായിട്ട്. അതാണ് നമ്മുടെ ക്ലോറോഫിൽ എന്ന് വിളിക്കുന്നത്. സോ ക്ലോറോഫിൽ എന്ന് പറയുന്നത് എന്താടാ? ഇറ്റ് ഈസ് എ ഗ്രീൻ പിഗ്മെൻ്റ് ആണ്. എന്ത്? പ്ലാന്റ്സിന് ഗ്രീൻ കളർ കൊടുക്കുന്ന പിഗ്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോറോഫിൽ എന്ന്. ഇത് കൂടുതലായിട്ട് എവിടെയാണ് കാണുന്നത്? ദേ ആർ ഫൗണ്ട് ഇൻ ലീവ്സ്. കണ്ടോ? സോ അപ്പോൾ ക്ലോറോഫിൽ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ പിഗ്മെൻ്റ് ആണ്. അതെന്തിനെ കളർ കൊടുക്കുന്നു? നമ്മുടെ പ്ലാന്റ്സിന്, മെയിൻലി ലീവ്സിന് എന്ത് ചെയ്യുന്നു? ഗ്രീൻ കളർ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും ക്ലോറോഫിൽ ഇല്ലാത്ത പ്ലാന്റ്സ് ഉണ്ടല്ലോ, ലൈക്ക് വേറെ കളറിലെ ലീവ്സ് ഉള്ള പ്ലാന്റ്സ് ഉണ്ടല്ലോ, ലൈക്ക് റെഡ് ലീവ്സ് ഉള്ള പ്ലാന്റ്സ് ഉണ്ട്, നമുക്ക് ഓറഞ്ച് കളർ ലീഫ് ഉള്ള പ്ലാന്റ്സ് ഉണ്ട്. സോ അപ്പോൾ അതിനൊക്കെ എന്താ ചെയ്യുക? ആക്ച്വലി അവർക്കും ക്ലോറോഫിൽ ഉണ്ട്. സോ ക്ലോറോഫിൽ അവരുടെ ബോഡിയിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്ലാന്റിൻ്റെ സ്ട്രക്ചറിൽ കുറവായിരിക്കും. കൂടുതലായിട്ടുള്ളത് റെഡ് പിഗ്മെൻറ്റ്സ്, ഓറഞ്ച് പിഗ്മെൻറ്റ്സ് ഒക്കെ ആയിരിക്കും. പക്ഷേ ഈ ഒരു
ഗ്രീൻ പിഗ്മെന്റ്സിന്റെ അളവ് കുറവായതുകൊണ്ട് മറ്റേ പിഗ്മെന്റ്സ് കുറച്ചുകൂടി മുന്നിലോട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾക്ക് എന്ത് കാണുന്നത്, ആ ഒരു റെഡ് കളർ അല്ലെങ്കിൽ ഓറഞ്ച് കളർ കാണുന്നത്. സോ ആക്ച്വലി അവരുടെ ബോഡിയിലും ക്ലോറോഫിൽ ഉണ്ട്. സോ ഈ ക്ലോറോഫില്ലാണ് യൂസ് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് എനർജി അബ്സോർബ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ക്ലോറോഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് എന്തിന്, പ്ലാന്റ്സിന് ഫുഡ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്ലാന്റ്സിന് ഫോട്ടോസിന്തസിസിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ത്, ക്ലോറോഫിൽ അല്ലേ. അപ്പൊ ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ക്ലോറോഫില്ലിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്കറിയണം. സോ ക്ലോറോഫിൽ മെയിൻലി ഇതാ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദേ കണ്ടെയ്ൻ ക്ലോറോഫിൽ. എന്ത് കണ്ടെയ്ൻ ആണ്, ലീവ്സിലാണ് കേട്ടോ. ലീവ്സ് കണ്ടെയ്ൻ ക്ലോറോഫിൽ ദാറ്റ് അബ്സോർബ് ദ സൺലൈറ്റ്. അവരെന്താ ചെയ്യുന്നത്, നമ്മുടെ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റിൽ നമ്മൾ പറഞ്ഞൊരു സംഭവമാണ് സൺലൈറ്റ് അല്ലേ. ഈ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുള്ളത് ആർക്കാണ്, ക്ലോറോഫില്ലാണ്. സോ ക്ലോറോഫിൽ എവിടെ ആക്ച്വലി ഉണ്ടെന്ന് പറഞ്ഞത്, അതെ ലീവ്സിലാണ് ഉള്ളത് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ലീവ്സിനെ നമ്മുടെ കിച്ചൺ ഓഫ് ദ പ്ലാന്റ് എന്ന് പറയാം. കാരണം എന്തുകൊണ്ടാണ്, നമ്മളുടെ വീട്ടിലൊക്കെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലത്തിന് നമ്മൾ കിച്ചൺ എന്ന് പറയും അല്ലേ. അതുപോലെ തന്നെ പ്ലാന്റ്സിൽ കിച്ചൺ ഓഫ് ദ പ്ലാന്റ് ആണ് ലീവ്സ്, ഇലകളാണ് പ്ലാന്റ്സിനകത്തിൽ കിച്ചൺ എന്ന് പറയുന്നത്. അതിനൊരു റീസൺ ഉണ്ട്. കാരണം എന്തുകൊണ്ടാ, ലീവ്സിലാണ് നമ്മുടെ ഈ ഒരു പിഗ്മെന്റ് ഉള്ളത്. പിഗ്മെന്റിന്റെ പേരെന്താടാ, അതെ ക്ലോറോഫിൽ അല്ലേ. അപ്പൊ ഈ ക്ലോറോഫിൽ ലീവ്സിലാണുള്ളത്. സോ അപ്പൊ അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മളുടെ ഈ ഒരു സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത്. സോ ഈ സൺലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എനർജി എന്ത് ചെയ്യാൻ പറ്റൂ, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പ്ലാന്റ്സിന് ഫുഡ് മേക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ലീവ്സിനെ എന്തെന്ന് വിളിക്കുന്നത്, കിച്ചൺ ഓഫ് ദ പ്ലാന്റ് എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് പ്ലാന്റ്സിന് ഫുഡ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻലി 4 ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട് അല്ലേ. ഏതൊക്കെയാണ്, ഒന്ന് സൺലൈറ്റ്. സൺലൈറ്റ് നമുക്ക് സൂര്യനിൽ നിന്ന് കിട്ടുന്നു. വാട്ടർ നമുക്ക് റൂട്ട്സ് വഴി കിട്ടുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് എയറിൽ നിന്ന് കിട്ടുന്നു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിഗ്മെന്റ്, ഗ്രീൻ പിഗ്മെന്റ്, ക്ലോറോഫിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേടാ? ഓക്കെ. അപ്പൊ ഇനി നമ്മളിപ്പോ പറഞ്ഞു നമ്മുടെ പ്ലാന്റ്സിലെ ഈ ഒരു ലീഫാണ് നമ്മുടെ കിച്ചൺ അല്ലേ. സോ എന്താ ഈ പ്രോസസ്സിലൂടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി പ്രോസസ്സ് നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമ്മളിതാ മഴ പെയ്യുന്നതിലൂടെ നമുക്ക് വാട്ടർ ഇവിടെ കളക്ട് ആയില്ലേടാ. സോ ഈ ഒരു വാട്ടർ റൂട്ട്സ് വഴി എന്ത് ചെയ്യുന്നു, ലീവ്സിലെത്തുന്നു കേട്ടോ. ലീവ്സിലെത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ലീഫിലെത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ സണ്ണിൽ നിന്ന് എന്ത് ചെയ്യുന്നടാ, സൺലൈറ്റും ലീഫിലെത്തുന്നു. സോ അപ്പോൾ ലീഫിൽ ഇത്രയും സാധനങ്ങൾ വന്നില്ലേ. വന്നതിന് ശേഷം ഇപ്പം ലീഫ് എടുക്കുവാണെങ്കിൽ നമ്മൾ ലീഫിൽ ഒരു സെല്ല് എടുക്കുക. ആ സെല്ലിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ നമ്മുടെ വാട്ടറും പിന്നെ അതുപോലെ നമ്മുടെ സൺലൈറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡും കൂടി എന്ത് ചെയ്യുന്നു, നമ്മുടെ സെല്ലിലോട്ട് കയറുന്നു. സോ പുറത്ത് വെച്ചേക്ക, ലൈറ്റ് സെല്ലിലോട്ട് വന്നു, വാട്ടർ സെല്ലിലോട്ട് വന്നു, കാർബൺ ഡൈ ഓക്സൈഡ് സെല്ലിലോട്ട് വന്നു. സോ ഇവിടെ എന്ത് സംഭവിക്കും, ഫുഡ് പ്രൊഡക്ഷനും എനർജി പ്രൊഡക്ഷനും ഉണ്ടാവുന്നു. ഫുഡ് അല്ലെങ്കിൽ ഫുഡ് ആണല്ലോ നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമുക്ക് എനർജി പ്രൊഡക്ഷൻ എന്ന് തന്നെ പറയാം. അപ്പോൾ സെല്ലിൽ എന്ത് സംഭവിക്കുന്നതാണ്, ഏത് സെല്ലിലാണ്, ലീവ്സിൻ്റെ സെല്ലിൽ കേട്ടോ. അപ്പോൾ ലീവ്സിൽ എന്ത് സംഭവിക്കുന്നു, എനർജി പ്രൊഡക്ഷൻ നടക്കുന്നു. അപ്പോൾ ഈ എനർജി പ്രൊഡക്ഷൻ്റെ റിസൾട്ടായിട്ട് നമ്മൾ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യും. എന്ത് സംഭവിക്കുന്നു, ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യും. ഗ്ലൂക്കോസ് ആണ് നമ്മുടെ സെല്ലിന് എന്ത് ചെയ്യുന്നത്, എനർജി തരുന്നത്. നമ്മുടെ പ്ലാന്റ്സിന് ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലൂക്കോസ് ആണ് നമ്മളുടെ എനർജി ആയിട്ട് വർക്ക് ചെയ്തിട്ട് നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് എന്ത്, ഗ്ലൂക്കോസ്. അപ്പോൾ നമ്മളുടെ ഈ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിന് എന്ത് ചെയ്യുന്നു, ഗ്രോ ചെയ്യാനുള്ള ഫുഡ് കിട്ടി. ഓക്കെ. ഇത് മാത്രമാണോ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ല. ഈ ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ പ്ലാന്റ്സ് ഓക്സിജൻ എന്ന് പറയുന്ന ഒരു ഗ്യാസിനെ കൂടെ റിലീസ് ചെയ്യും. ഈ ഗ്യാസാണ് നമ്മൾ ഹ്യൂമൻ ബീയിങ്സും അതുപോലെ തന്നെ ആനിമൽസും എന്ത് ചെയ്യുന്നത്, ബ്രീത്ത് ചെയ്യാൻ വേണ്ടി, നമ്മൾ ശ്വസിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഓക്സിജൻ ആണ്. അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ പ്ലാന്റ്സിനെ ആവശ്യമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, പ്ലാന്റ്സിനാണ് ആ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു കഴിവുള്ള എന്ത്, കാർബൺ ഡൈ ഓക്സൈഡിനെ ഉള്ളിലേക്ക് എടുത്ത് ഓക്സിജനെ റിലീസ് ചെയ്യാൻ കഴിവുള്ളത് പ്ലാന്റ്സിന് മാത്രമാണടാ. അപ്പോൾ ആ ഒരു കാര്യം ക്ലിയർ അല്ലേ. സോ നമ്മൾ എന്താ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസിനെ പറ്റിയാണ് പഠിച്ചത്. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെടാ, പ്ലാന്റ്സ് ഫുഡ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഫോട്ടോസിന്തസിസ് അല്ലേ. അപ്പോൾ ഫോട്ടോസിന്തസിസിന് നമുക്ക് ആവശ്യമുള്ള 4 സംഭവങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ സൺലൈറ്റ് സണ്ണിൽ നിന്നും, വാട്ടർ റൂട്ട്സ് വഴി അബ്സോർബ് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് എയറിൽ നിന്ന് എടുക്കുന്നു. ഇതെല്ലാം കൂടെ ചെന്നിട്ട് ലീവ്സിലോട്ടാണ് പോകുന്നത്. ലീവ്സിൽ നമുക്ക് ആരുണ്ട്, ക്ലോറോഫിൽ ഉണ്ട് അല്ലേ.
അപ്പോൾ ഈ ക്ലോറോഫിൽ എന്താ ചെയ്യുന്നത്? സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ എടുക്കുന്നു. അതിനുശേഷം റൂട്ട്സ് വഴി വാട്ടറും കൂടി ഇവിടെ എത്തുമ്പോൾ അവിടെ ഒരു പ്രോസസ്സ് നടക്കും, ഫോട്ടോസിന്തസിസ്. ഈ ഫോട്ടോസിന്തസിസ് കാരണം എന്ത് സംഭവിക്കുന്നു? എനർജി റിലീസ് ചെയ്യുന്നു. ആ എനർജിയാണ് നമ്മുടെ ഗ്ലൂക്കോസ്, നമ്മുടെ ഫുഡ്. ഓക്കെ, ആ ഒരു ഫുഡ് റിലീസ് ചെയ്യുന്നു, ഫുഡ് പ്രിപ്പയർ ആയിരുന്നു. ആ ഫുഡ് പിന്നീട് നമുക്ക് എനർജി ആയിട്ട് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? പ്ലാന്റ്സ് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? ഫോട്ടോസിന്തസിസ്. എടാ, അപ്പോൾ ഫോട്ടോസിന്തസിസിന് നമുക്ക് 4 ഇൻഗ്രീഡിയൻസിനകത്തിൽ ഒരാൾ സൺലൈറ്റ് അല്ലേ? നമുക്കറിയാം നമ്മുടെ സൺലൈറ്റ് എപ്പോഴും നമ്മളുടെ ലൈക്ക് എന്താ പറയുക, ഒരു ദിവസം നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും സൺലൈറ്റ് ഉണ്ടോ? ഇല്ല. ഡേ ടൈമിൽ മാത്രമേ നമുക്ക് സൺലൈറ്റ് ഉള്ളൂ. അപ്പം നൈറ്റിൽ ഫോട്ടോസിന്തസിസ് നടക്കുമായിരിക്കുമോ? അതെ, ഫോട്ടോസിന്തസിസ് നടക്കൂല. പകരം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് വ്യത്യാസം. അതായത് നമുക്കറിയാം നമ്മളുടെ ഡേ ലൈഫിൽ സൺലൈറ്റ് ഉണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഫോട്ടോസിന്തസിസ് ടേക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ എടുത്തതിന് ശേഷം ഓക്സിജൻ ഇവർ റിലീസ് ചെയ്യുന്നു. പക്ഷെ നൈറ്റ് ടൈമിൽ എന്താ സംഭവിക്കുന്നത്? ദർ ഈസ് നോ സൺലൈറ്റ്. സൺലൈറ്റ് അവിടെ ഇല്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരു ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് അവിടെ സ്റ്റോപ്പ് ചെയ്യും. പകരം എന്ത് സംഭവിക്കുന്നു? പ്ലാന്റ് സ്റ്റിൽ നീഡ് എനർജി അല്ലേ? അവർക്ക് ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ജീവനോട് ഇരിക്കണമെങ്കിൽ എന്ത് വേണം? ഫോട്ടോസിന്തസിസ് നടന്നിരിക്കണം. പക്ഷെ അപ്പോൾ ഇവിടെ നൈറ്റിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ടേക്ക് ഇൻ ഓക്സിജൻ. അപ്പോൾ അവരെന്ത് സംഭവിക്കും? അവർ കാർബൺ ഡൈ ഓക്സൈഡിന് പകരം ഓക്സിജനെ എടുത്തതിന് ശേഷം കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സിന് എപ്പോഴും ലൈവ് ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് വേണം? അവർക്ക് എനർജി വേണം. സോ മോർണിംഗ് ടൈമിൽ നമുക്ക് സൺലൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കാൻ പറ്റും. പക്ഷെ നൈറ്റ് ടൈമിൽ സൺലൈറ്റ് ഇല്ല. സോ പകരം കാർബൺ ഡൈ ഓക്സൈഡിന് പകരം പ്ലാന്റ്സ് എന്ത് ചെയ്യും? ഓക്സിജനെയാണ് ടേക്ക് ഇൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഫോട്ടോസിന്തസിസ് നടക്കത്തില്ല. പക്ഷെ അവർക്ക് സ്റ്റിൽ എനർജി വേണ്ടേ? ആ എനർജിക്ക് വേണ്ടിയിട്ട് അവർ ഓക്സിജനെ എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുന്നു. സോ അപ്പോൾ ഫോട്ടോസിന്തസിസ് എപ്പോഴും മോർണിംഗ് ടൈമിൽ അല്ലെങ്കിൽ ഡേ ടൈമിലേ നടക്കുകയുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്? സൺലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ക്ലോറോഫിൽ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. ഈ സൺലൈറ്റ് കാരണം എന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡിനെ നമുക്ക് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. പക്ഷെ നൈറ്റ് ടൈമിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ നമുക്ക് എടുക്കാൻ പറ്റില്ല, ബിക്കോസ് ദർ ഇസ് നോ സൺലൈറ്റ് അല്ലേ? അപ്പോൾ പകരമായിട്ട് പ്ലാന്റ്സ് എന്ത് ചെയ്യും? അവർക്ക് എന്തായാലും എനർജി വേണം. സോ അവർ ഓക്സിജനെ എടുത്തതിന് ശേഷം കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുന്നു. സോ ഇതാണ് നമ്മുടെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും നേരം പഠിച്ച ഓരോ എലമെൻസിനെയും നമുക്ക് യൂസ് നോക്കിയാലോ? നമ്മളുടെ ഓരോ ഇൻഗ്രീഡിയൻസ് നമ്മൾ പറഞ്ഞല്ലേ? നമുക്ക് സൺ വേണം, അതുപോലെ തന്നെ വാട്ടർ, ഗ്യാസസ്, ക്ലോറോഫിൽ വേണം അല്ലേ? സൺലൈറ്റ് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ കാർബൺ ഡൈ ഓക്സൈഡിനെ നമുക്ക് അബ്സോർബ് ചെയ്യണം അല്ലേ? അതുപോലെ തന്നെ നമുക്ക് വാട്ടർ വേണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗ്യാസസ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വേണം. ഗ്രീൻ പിഗ്മെൻ്റ് ആയിട്ടുള്ള ക്ലോറോഫിലും എന്തിനു വേണ്ടി? ഫോട്ടോസിന്തസിസിന് വളരെയധികം ആവശ്യമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്. സോ നമ്മൾ നോക്കുവാണെങ്കിൽ എന്താ? ഫോട്ടോസിന്തസിസ് ആക്ച്വലി ഒരു പ്രോസസ്സാണ്. എന്താണ്? സൺലൈറ്റിനെ ഒരു ലൈഫായിട്ട് മാറ്റാൻ കഴിവുള്ള ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോസിന്തസിസ് അല്ലേ? അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? വിത്തൗട്ട് എന്ത്? ഫോട്ടോസിന്തസിസ് ദർ വുഡ് ബി നോ പ്ലാന്റ്സ് അല്ലേ? ഫോട്ടോസിന്തസിസ് നടന്നില്ലെങ്കിൽ പ്ലാന്റ്സിന് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ഈ പ്രിപ്പറേഷൻ നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പ്ലാന്റ്സിന് ലൈഫ് ഉണ്ടാവില്ല. സോ ഇഫ് പ്ലാന്റ്സ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കൂടാ? ഒബ്വിയസ്ലി നമുക്ക് ഓക്സിജൻ കിട്ടുന്നത് പ്ലാന്റ്സ് റിലീസ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. സോ അപ്പം നമുക്ക് ഓക്സിജൻ കിട്ടത്തില്ല. സോ അപ്പോൾ പ്ലാന്റ്സ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് ഇല്ലെങ്കിൽ പ്ലാന്റ്സ് ഇല്ല. പ്ലാന്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് എന്തില്ല? ഓക്സിജൻ ഇല്ല. ഓക്സിജൻ ഇല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൻ്റെ കാര്യവും നമുക്കറിയാം അല്ലേ? അപ്പം എപ്പോഴും എന്ത് വേണം? നമുക്ക് പ്ലാന്റ്സിൻ്റെ ആവശ്യമുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഓക്സിജൻ റിലീസ് ചെയ്യുന്ന. അത് ഏത് പ്രോസസ്സ് വഴിയാണ്? ഫോട്ടോസിന്തസിസ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മളുടെ എല്ലാവരുടെയും ലൈഫ് എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണല്ലേ? ഫോട്ടോസിന്തസിസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നമ്മൾക്ക് പ്ലാന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും? എനർജി കിട്ടുള്ളൂ. അതുവഴി അത് ഓക്സിജനെ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഓക്സിജൻ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാനുള്ള എനർജി കിട്ടുള്ളൂ. സോ അപ്പം ഇതാണ് നമ്മളുടെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഫോട്ടോസിന്തസിസിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ, അപ്പോൾ ഫോട്ടോസിന്തസിസ് എന്ന ചാപ്റ്ററിലൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്നുകൂടി റിവൈസ് ചെയ്യുക. സോ താങ്ക് യു.